ഒരു പറ്റം ചെറുപ്പക്കാര് രാത്രി ഇരുന്നു കൊണ്ട് കള്ളുകുടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലിരുന്നു. കള്ളു തലയ്ക്ക് കയറിയിട്ട് രോഷം കൊണ്ടിട്ട് സ്വാലിഹ് നബിയോട് ഈർഷ്യത വന്നിട്ട് അതിൽ നിന്ന് ഖുദാറെന്ന് പേരുള്ള ഒരു ഭൂമി കണ്ട ഏറ്റവും പരാജിത നാളത്തെ നരകത്തിലെ ഏറ്റവും വലിയ ചാവാലിപ്പടി അവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരുത്തന്റെ പേരായി ഖുദാർ, ചെറുപ്പക്കാരനാണ്. അവൻ പറഞ്ഞു, നാളെ ഞാൻ സ്വാലിഹിന്റെ ഒട്ടകത്തെ കൊല്ലും. സ്വാലിഹ് നബി പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്ത് തുടരുത്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, തൊട്ടാൽ ആകാശത്ത് നിന്ന് ശിക്ഷ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു, നാളെ ഞാൻ എന്തായാലും സ്വാലിഹിന്റെ ഒട്ടകത്തെ കൊല്ലും. അവൻ വീട്ടിൽ പോയി അഗ്രഭാഗത്ത് ഉഗ്രവിഷം മൂട്ടപ്പെട്ട ബില്ല് അമ്പുമായി എല്ലാം സെറ്റ് ചെയ്തു. പിറ്റേന്ന് രാവിലെ അവൻ ഒരു വലിയ പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു. അവനറിയാം അതുവഴി മേഞ്ഞിട്ട് ഒട്ടകം വരുമെന്ന്. അവനങ്ങനെ കാത്തിരുന്നു. ആ ഒട്ടകം അതുവഴി വന്നു. സാധാരണ പോലെ അത് മേഞ്ഞുകൊണ്ടിരിക്കെ അതിന്റെ പിൻകാലിന്റെ മടമ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഉന്നം പിടിച്ച് ഒരു കണ്ണടച്ച് മറ്റേ കണ്ണുകൊണ്ട് അമ്പ് വില്ലിനോട് തൊടുത്ത് കൃത്യമായി ഉന്നം പിടിച്ചു ശക്തമായി അതിന്റെ ആ മടമ്പ് അവന്റെ ശ്രദ്ധയിലും അവന്റെ കണ്ണിന്റെ കൃഷ്ണമണികളിലും കൃത്യമായി കിട്ടിയ പാടെ അവൻ കയ്യിൽ നിന്ന് വില്ല് അമ്പിൽ നിന്ന് തൊടുത്തു വിട്ടു. അല്ല, വില്ലിൽ നിന്ന് അമ്പിനെ തൊടുത്തു വിട്ടു. ജീവിതത്തിന്റെ പരാജയത്തെ തൊടുത്തു വിട്ടു. സർവനാശങ്ങളുടെ വെള്ളി പൊട്ടാനുള്ള ഭീകരമായ ബ്രഹ്മാസ്ത്രത്തെ അവന്റെ വില്ലിൽ നിന്ന് അവൻ തന്നെ തൊടുത്തു വിട്ടു. പ്രിയപ്പെട്ടവരെ, അത് കൃത്യമായി ചെന്നു. അത് നേരെ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തിന്റെ മടമ്പിൻകാരനെ കുത്തിപ്പൊട്ടിച്ചു കളഞ്ഞു. നിൽക്കാൻ കഴിയാതെ അത് താഴെ വീണു. ഉടനെ അവൻ കത്തിയെടുത്തു. ബേമാരി മുടക്കി, കണ്ടോ ഞാൻ സ്വാലിഹിന്റെ ഒട്ടകത്തെ അറക്കാൻ പോവേ, എന്നെ പോലെ ധൈര്യമാർക്കുണ്ട്. ഇവൻ നേരെ ചെന്നിട്ട് അതിന്റെ കഴുത്തറുത്തു. അത് പടച്ചില്ല, അത് വെപ്രാളം കാണിച്ചില്ല, അത് അതുപോലെ അങ്ങ് കിടന്നു. അതാണ് ദൃഷ്ടാന്തല്ലേ. ഇവൻ നേരെ ആ ഒട്ടകത്തിന്റെ കഴുത്തറുത്തു. അതിന്റെ ആദ്യ തുള്ളി രക്തം ഭൂമിയിൽ വീഴുന്ന പാടെ അവരുടെ നാടുകളിൽ ഉണ്ടായിരുന്ന പക്ഷികൾ മുഴുവനും ബഹളം വെച്ചുകൊണ്ട് പറന്നുകൊണ്ട് ഉയരാൻ തുടങ്ങി. അവരെ വീടുകളിൽ വളർത്തിക്കൊണ്ടിരുന്ന നായകൾ മുഴുവനും അവരുടെ വീടുകളിൽ വളർത്തിക്കൊണ്ടിരുന്ന നായകൾ മുഴുവനും എന്തോ അന്തരീക്ഷത്തിൽ നിന്ന് കണ്ട് പേടിച്ചതുപോലെ മേൽപോട്ട് നോക്കി ഓരിടാൻ തുടങ്ങി, മുഴങ്ങാൻ തുടങ്ങി. എന്തോ ഒരു അപകടം അവർക്ക് മടക്കമാണതുപോലെ. പെട്ടെന്ന് സ്വാലിഹ് നബി അവരുടെ മുമ്പിലേക്ക് കടന്നു വന്നു. കെന്നബത്ത് സമോദബി തഖ്വാ ഇതിൻബാന അസ്ഹാ فقال لهم رسول الله ناقة الله وسقياها فكذبوه فأثروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. സ്വാലിഹ് നബി ഞെടിയിടയിൽ അവരെ മുമ്പിലെത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ഒട്ടകത്തെ അറക്കരുതെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ഈ തോന്നിവാസമൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ആ ഒട്ടകത്തെ തുടരുതെന്നല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ ഒട്ടകത്തെ അറുത്തുവല്ലേ? അല്ലാഹുവിന്റെ തീരുമാനം വന്നെത്തിയിരിക്കുന്നു. 3 ദിവസമേ ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. ഇനി ഒരു ഒബ്ജക്ഷനുമില്ല. ഇനി ആര് നിലവിളിച്ചിട്ടും ഫലമില്ല. അല്ലാഹ്